ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു എംബ്രോയിഡറി ആണ്. ഇത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ്. എസ്പെഷ്യലി ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഇത് ചെയ്യാൻ പറ്റിയൊരു എംബ്രോയിഡറി വർക്കാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. ഒരു 8 ലൈൻസ് വരുന്ന കുറച്ച് ഫ്ലവേഴ്സാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് റാൻഡമായിട്ട് ഞാൻ വരച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. ഇത് ഞാൻ ഡിസൈൻ കാണിക്കാൻ വേണ്ടി പേപ്പറിൽ വരച്ചതാണ്. ക്ലോത്തിൽ നമുക്കിത് കാർബൺ പേപ്പർ വെച്ചോ ട്രേസ് ചെയ്തോ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ചോക്ക് ഉപയോഗിച്ചോ ഒന്നും വരയ്ക്കാനോ ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിത് തുന്നി എടുക്കാവുന്നതാണ്. അതിന് മുമ്പ് വരയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി ഇതിന് വേണ്ട ത്രെഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ കുറച്ച് ത്രെഡ്സ് ആണ്. ഇതിൽ യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, ക്രീം അങ്ങനത്തെ കുറച്ച് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് എടുത്തു എന്നുള്ളൂ. ഏത് കളറായാലും കുഴപ്പമില്ല. പിന്നെ ഇത് ചെയ്യുന്നത് 6 സ്ട്രാൻഡ്സിലാണ്. അപ്പോൾ 6 സ്ട്രാൻഡ്സിന് വേണ്ട കുറച്ച് ലോങ് ഹോളുള്ള നീഡിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലോത്ത്. ഇതൊരു റയോൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ നെക്ക് ഒരു ബോട്ട് നെക്കാണ്. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയലിൽ കുറച്ച് ഡോട്ട്സ് ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഈ ഡോട്ട്സിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നമ്മുടെ ക്ലോത്തിന് ചുരിദാറിൻ്റെ ഒരു വേസ്റ്റ് വരെയാണ് ഈ വർക്ക് ഞാൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു റൗണ്ട് ഷേപ്പിൽ. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. റാൻഡമായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഓർഡറിലൊന്നും ചെയ്യണമെന്നില്ല. കുറച്ച് റാൻഡമായിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇടണമെന്നില്ല. ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇത് തുന്നി തുടങ്ങാവുന്നതാണ്. നമുക്ക് ഇതേപോലത്തെ നീഡിൽ സെറ്റ് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഇതേപോലത്തെ നീഡിൽ സെറ്റ്. അപ്പോൾ ഇതിൽ പല സൈസിലുള്ള നീഡിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആ സെറ്റിൽ കുറച്ച് ഏറ്റവും ലോങ്ങസ്റ്റ് നീഡിലാണ്. നമുക്ക് 6 സ്ട്രാൻഡ്സിലാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് വലിയ ഹോളിൽ നീഡിലാണ് എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ പല സൈസിലുള്ള നീഡിൽസ് അവൈലബിൾ ആണ്. അതിൽ ലോങ് നീഡിലാണ് എടുത്തിരിക്കുന്നത്. കുറേ പേര് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ യെല്ലോ കളറാണ് ഫസ്റ്റ് ഫ്ലവർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. യെല്ലോ കളർ ഇത് 6 സ്ട്രാൻഡ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ നീഡിലെടുക്കുമ്പോൾ കുറച്ച് വലിയ ഹോളിൽ നീഡിലെടുക്കാൻ നോക്കാം. ഞാൻ ആദ്യം ചോക്ക് വെച്ചിട്ട് കുറച്ച് പോയിന്റ്സ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും അങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ റാൻഡമായിട്ടാണല്ലോ ചെയ്ത് പോകുന്നത്. അപ്പോൾ മാർക്ക് ചെയ്യാണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ലൈൻസ് ആദ്യം വരയ്ക്കണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണുള്ളത് കൊണ്ട് ആദ്യമേ തന്നെ ഇത് വരച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പല വലുപ്പത്തിലുള്ളതാണ്. കുറച്ച് ചെറിയ ഫ്ലവർ ഉണ്ട്, പിന്നെ കുറച്ച് വലിയ ടൈപ്പ് ഫ്ലവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് ഞാൻ ലെങ്ത്ത് പറയാത്തത്, ഈ ലൈൻ്റെ ലെങ്ത്ത്. ഞാനിപ്പോൾ അങ്ങനെ കറക്റ്റ് ഒരു സ്പെസിഫിക് ലെങ്ത്തിലല്ല എല്ലാ ഫ്ലവേഴ്സും ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ലെങ്ത്ത് പറയാത്തത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫ്ലവറും കൂടിയും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്ത ഫ്ലവറിൻ്റെ അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് ആണ് അടുത്തത് കുത്തുന്നത്. അടുത്ത് ഞാനൊരു പീച്ച് അതുപോലത്തെ ഒരു ഷെയ്ഡ് ആണ് എടുത്തിരിക്കുന്നത്. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ പല വലിപ്പത്തിലുള്ള ഫ്ലവേഴ്സ് ചെയ്യാം. ഒന്നെങ്കിൽ വേണമെങ്കിൽ എല്ലാ ഫ്ലവേഴ്സും ചെറുതാക്കി ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കുറച്ച് നല്ല വലിപ്പത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലവേഴ്സും വലിയ ഫ്ലവേഴ്സും എങ്ങനെയാണെങ്കിലും ഭംഗിയുണ്ടാവും. പിന്നെ ചെയ്യുമ്പോൾ പല ഷെയ്ഡിലുള്ള കളേഴ്സ് എടുക്കാനായിരിക്കും നല്ലത്. അതുപോലെ ഇത് ഈ ഒരു വർക്ക് ഭംഗി വരുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സിലൊക്കെ ആയിരിക്കും. അപ്പം എൻ്റെ ക്ലോത്ത് ഡാർക്ക് ബ്ലൂ ആണ്.
പിന്നെ ബ്ലാക്ക് കളറിലായാലും നല്ല ഭംഗിയുണ്ടായിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് ക്രീം ഷെയ്ഡിലൊക്കെ ഇതേപോലെ പല കളറിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഞാനിത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ഫ്ലവറും ചെയ്ത് കഴിഞ്ഞ് സെപ്പറേറ്റ് നോട്ട് ഇടാൻ നോക്കുക. അതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് നോട്ടിട്ട് കൊടുക്കുക. ലൂസായാലും നമ്മുടെ ഫ്ലവറും ചിലപ്പോൾ ലൂസായിട്ട് നിൽക്കും. അപ്പോൾ നോട്ട് ഇടുമ്പോൾ നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ നോട്ട് ഇട്ട് കൊടുക്കാമെന്ന്